എറണാകുളം മൂഴിക്കുളത്ത് 3.5 വയസ്സുകാരിയെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊന്ന സംഭവം കേരള മനസാക്ഷിയെ ഏറെ അലോസരപ്പെടുത്തിയതാണ്. ഈ ഒരാഴ്ചയായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ആ കൊലപാതകത്തിന്റെ കാരണമടക്കമുള്ള വിഷയങ്ങളാണ്. ആ കുഞ്ഞിനെ എന്തിനാണ് കൊന്നതെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. കേസിന്റെ ചുരുളഴിക്കാൻ തീവ്ര ശ്രമം അന്വേഷണ സംഘം നടത്തുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് സ്പോട്ട് ലൈവ് ഇന്നാദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മയെയും കുഞ്ഞിനെ പീഡിപ്പിച്ച അച്ഛന്റെ അടുത്ത ബന്ധുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അച്ഛന്റെ അടുത്ത ബന്ധുവിനെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കുട്ടി പീഡനത്തിനിരയായ കാര്യം അറിയില്ല എന്നാണ് അമ്മ നൽകിയിരിക്കുന്ന മൊഴി. കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുൻപ് കൂട്ടിക്കൊണ്ടുപോയ അങ്കനവാടി, ആലുവ, മണപ്പുറം എന്നിവിടങ്ങളിൽ അമ്മയെ എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നിശ്ചയിച്ചിരുന്നെങ്കിലും അത് മാറ്റിവെച്ചു. ആദ്യം കടക്കുന്നത് ആ വാർത്തയിലേക്ക് തന്നെ. നവമി ദിനേശ് നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഇത്രയേറെ അലോസരപ്പെടുത്തിയ ഒരു വാർത്തയിലേക്ക് കടന്നുപോയിട്ടില്ല. ഒരു 3.5 വയസ്സുകാരി കാണാതാകുന്നതിന്റെ ആശങ്ക തൊട്ട് അത് സ്വന്തം അമ്മ തന്നെയാണ് ആ കൊലപാതകത്തിന് പിറകിലെന്നുള്ളൊരു വഴിത്തിരിവിലേക്ക് ആ കേസ് കടക്കുക. അതിനുശേഷം ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു ഇത്രയും ചെറിയ പ്രായത്തിലെ എന്നുള്ള വളരെ ഞെട്ടലായിട്ടുള്ള കാര്യങ്ങൾ വരിക. അപ്പോഴും ഇനിയും ഏറെ കാര്യങ്ങൾ ഇതുമായി കൂട്ടിച്ചേർത്ത് പോകേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ടോ? ഈ തെളിവെടുപ്പ് മാറ്റിവെച്ചതിന് കാരണം എന്താണ്? അപർണ, ഇപ്പോഴും പോലീസിനെ സംബന്ധിച്ച് തുടരുന്ന ഒരു സംശയം, ഈ കുട്ടി 3.5 വയസ്സുകാരി പീഡനത്തിനിരയായി, ഈ ചെറുപ്രായത്തിലെ പീഡനത്തിനിരയായിട്ടും അമ്മ അറിഞ്ഞില്ല എന്നുള്ളത്. കാരണം കുഞ്ഞാണ്, അവളുടെ ഓരോ ചലനങ്ങളും അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ അറിയുന്നത്. അത് 3.5 വയസ്സുകാരി ആകുമ്പോൾ സ്വാഭാവികമായും അമ്മയുമായി അത്രയും അടുപ്പമുള്ളതായിരിക്കും. അമ്മയായിരിക്കും ആ കുട്ടിയെ പരിപാലിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളോ അല്ലെങ്കിൽ ഈ കുട്ടി എന്തുകൊണ്ട് ഇക്കാര്യം അമ്മയോട് പറഞ്ഞില്ല, ഇതിലൊക്കെ പോലീസിന് വലിയ രീതിയിലുള്ള സംശയമുണ്ട്. തുടക്കം മുതൽ തന്നെ അമ്മയുടെ മൊഴി അത് മാറി മാറി വരുന്നു. ആദ്യം കുഞ്ഞിനെ കാണാനില്ലെന്ന് പറയുന്നു, പിന്നീട് പുഴയിലെറിഞ്ഞു കൊന്നു എന്ന് പറയുന്നു, കുടുംബ പ്രശ്നമാണ് കാരണമെന്ന് പറയുന്നു, ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ച് ആ അമ്മ, രണ്ടാം അമ്മയുടെ ഒപ്പം ഈ കുട്ടി ജീവിക്കുന്നത് താൻ ദുസ്വപ്നം കണ്ടു, അതൊന്നും തനിക്ക് സഹിക്കാൻ കഴിയില്ല, കുട്ടിയോടുള്ള അമിതമായ സ്നേഹം മൂലം അല്ലെങ്കിൽ തന്നെ ഒഴിവാക്കി കുട്ടിയെ മാത്രം ഭർത്തൃ വീട്ടുകാർ സ്നേഹിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതെന്ന അമ്മയുടെ മൊഴി അതിപ്പോഴും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഈ കുട്ടി പീഡനത്തിനിരയായി എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി മനസ്സിലാക്കുകയും പിന്നീട് ഈ കുട്ടിയുടെ അച്ഛന്റെ സഹോദരൻ ഇതിൽ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ പോലീസിന്റെ അടുത്ത നീക്കം, ഇന്ന് ആ പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കായിരിക്കും ഇന്ന് കടക്കുക. ഈ തെളിവെടുപ്പ് ഈ പ്രതിയുടെ പിതാവ് ഇന്ന് രാവിലെ മരണപ്പെട്ടതിനാൽ ഇന്നിപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഏത് വിധത്തിലാകുമെന്ന് പോലീസിന് കുറച്ചുകൂടി ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഈ പ്രതിയിൽ നിന്നും കൂടുതൽ വ്യക്തമായിട്ടുള്ള മൊഴികൾ ലഭിക്കുക എന്നുള്ളതാണ്. അതിന് അടുത്ത ഘട്ടമായാണ് അമ്മയെയും ഈ പോക്സോ കേസ് പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. അതിൽ ഇവർ രണ്ടുപേരും ആവർത്തിക്കുന്നത് ഈ പ്രതി കുട്ടിയെ പീഡിപ്പിച്ചു എന്ന വിവരം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു, കുട്ടി പീഡനത്തിന്റെയായ വിവരം അമ്മയും അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് രണ്ടുപേരും ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ തുടക്കത്തിൽ കുഞ്ഞിന്റെ അമ്മ ഇത്തരത്തിൽ ഈ ബന്ധുവിനെതിരായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർത്തിയിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി പോലീസിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാമെന്നൊരു ഘട്ടത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഇന്ന് ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ അവരുടെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. പക്ഷെ വലിയ രീതിയിൽ പ്രതിഷേധം ആ സ്ത്രീക്ക് നേരെ ഉണ്ടായി. കാരണം ആ കുഞ്ഞിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ സംഭവം നാട്ടുകാർക്കൊക്കെ വലിയ അതിന്റെ ഒരു ഞെട്ടൽ തന്നെയാണ്. അതുകൊണ്ട് ആ അമ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെ നിശ്ചയിച്ചിരുന്ന തെളിവെടുപ്പ് പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് മാറ്റുന്ന സാഹചര്യമായിരുന്നു. വിശദമായി ചോദ്യം ചെയ്യലുകൾ കൂടി നടത്തേണ്ടതുണ്ട്. അതിനുശേഷം
മാത്രമായിരിക്കും ഈ തെളിവെടുപ്പ് നടത്തുക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പോക്സോ കേസ് പ്രതിയെ 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ കിട്ടിയത്. ഇന്നും നാളെയും തിങ്കളാഴ്ച, അങ്ങനെ തിങ്കളാഴ്ച തിരിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, പ്രതിയിൽ നിന്നും കുറച്ചുകൂടി മൊഴികൾ ശേഖരിക്കുക എന്നീ ദൌത്യങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇന്നലെ ഈ കുട്ടിയുടെ ഈ പിതാവിന്റെ വീട്ടിൽ, ഈ പോക്സോ കേസ് പ്രതിയുടെ വീട്ടിലെത്തി പോലീസ് ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തിയ ഒരു സാഹചര്യം കൂടിയാണ്. നവമി, ഇത് ഈ അമ്മയുടെ മൊഴി പുറത്തു വരുമ്പോഴാണ് അതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോഴാണ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നറിയുന്നത്. വലിയൊരു വഴിത്തിലേക്ക് കാര്യങ്ങൾ പോയി. പലതരത്തിലുള്ള ഒരു വിശകലനങ്ങളൊക്കെ വന്നത് അമ്മ ഈ കുട്ടിയുടെ അവസ്ഥ കണ്ട് അത്രയേറെ മാനസിക വ്യഥയിലൂടെ കടന്നുപോയി, അതുകൊണ്ട് കുട്ടിയെ കൊലപ്പെടുത്തി, ഈ കുട്ടി എങ്ങനെ ജീവിക്കും എന്നാലോചിച്ചിട്ട് എന്ന തരത്തിലൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവായിട്ട് കേരള പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്യുകയുമായിരുന്നു. അമ്മ പ്രതിയാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള തെളിവുകൾ മുന്നിലുണ്ടെങ്കിൽ പോലും ആ തരത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്തു. പക്ഷേ ഈ അമ്മ ഈ പീഡന വിവരം അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നിടത്ത് ഇതിൽ മറ്റൊരു സംശയങ്ങൾ കൂടെ വരുന്നുണ്ടോ? കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുക്കൾ പോലും പറഞ്ഞ പല മൊഴികളുമാണ് ഈ അടുത്ത ബന്ധുവിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവർക്ക് പോലും അറിയാമായിരുന്നു കുട്ടി ഇത്തരം ഘട്ടത്തിലൂടെയാണ് കടന്നുപോയതെന്ന്. അത് ഈ അമ്മയ്ക്ക് അറിയുകയില്ലായിരുന്നു എന്ന് പറയുന്നിടത്ത് പോലീസിനൊരു വലിയ സംശയം ഇവരുടെ പുറത്തുണ്ടോ? അതായത് ഈ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനൊപ്പം അമ്മയെയും ആ തരത്തിൽ തന്നെയാണോ പോലീസ് കാണുന്നത്? അതുകൊണ്ടുകൂടിയാണ് ഈ ഒരുമിച്ചുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. തീർച്ചയായും അപർണ, പോലീസിന് നല്ല സംശയമുണ്ട്. കാരണം ഈ അമ്മയ്ക്ക് ഇത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതിനെ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതിലൊരു കാരണം, ഈ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും ഈ യുവതി സഹകരിക്കുന്നില്ല, ഈ അമ്മ സഹകരിക്കുന്നില്ല എന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. പല ചോദ്യങ്ങൾക്കും മൗനം മാത്രമാണ് തരുന്ന മറുപടി. അത് തന്നെയാണ് പോലീസിന് സംശയം കൂട്ടുന്നത്. തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങളല്ല പിന്നീട് പറയുന്നത്. ഈ അച്ഛൻ, ഈ കുട്ടിയുടെ അച്ഛൻ ഈ യുവതിയുമായി, ഈ അമ്മയുമായി വിവാഹമോചനത്തിന് ആവശ്യം പ്രകടിപ്പിച്ചിരുന്നു. ഈ കുട്ടിയെ ബന്ധുവീട്ടുകാർ അമിതമായി സ്നേഹിക്കുന്നത് കുട്ടിയെ ഈ യുവതിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. തന്നെ ഒഴിവാക്കി കുഞ്ഞിനെ സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ കുഞ്ഞിന്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്നതും തന്നെ ഒഴിവാക്കുന്നതുമൊക്കെ യുവതിക്ക് വലിയ രീതിയിൽ മനോവിഷമം ഉണ്ടാക്കി. ഇതൊക്കെയാണ് യുവതി ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ അതിലൊക്കെ പോലീസിന് വലിയ രീതിയിൽ സംശയം തോന്നുന്നുമുണ്ട്. ഈ സഹോദരി, ഈ ബന്ധു, അതായത് കുട്ടിയെ പീഡിപ്പിച്ച ബന്ധു കൂടിയായിട്ടുള്ള പ്രതിയില്ലേ, പ്രതിയെക്കുറിച്ചും തുടക്കത്തിൽ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ യുവതി ചില മൊഴികൾ നൽകിയിരുന്നു. അയാളിൽ നിന്നുമൊക്കെ അയാളുടെ പേരൊക്കെ പരാമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് പിന്നീട് ഈ പ്രതി ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കാനുള്ള പോലീസിന്റെ നീക്കവും ഇയാളിലേക്ക് എത്തി നിന്നതും ഈ അമ്മയുടെ തുടക്കത്തിലെ മൊഴി തന്നെയാണ്. പക്ഷേ പിന്നീടുള്ള ചോദ്യം ചെയ്യലിലൊന്നും കൃത്യമായി ഈ യുവതി ഇയാളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകുന്നില്ല. പീഡന വിവരം അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ കുട്ടിക്ക് ഈ കൊലപാതകത്തിന് തലേ ദിവസം പോലും, ഈ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊല്ലുന്നതിന്റെ തലേ ദിവസം പോലും കുട്ടി പീഡനത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത്. കുട്ടിയുടെ ശരീരത്തിൽ നിന്നുള്ള ഈ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തത്തിന്റെ ഇതുപോലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലും അമ്മ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൽ ചില അസ്വാഭാവികതകൾ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് 3.5 വയസ്സുള്ള ഒരു കുട്ടി, അത് സ്വാഭാവികമായും അവൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അമ്മയോടായിരിക്കും പറയുക. അപ്പോൾ അമ്മ എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് പോലീസിൽ ആ സംശയം വീണ്ടും നീണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാം എന്നൊരു ഘട്ടത്തിലേക്കും പോലീസ് എത്തി നിൽക്കുന്നത്. ആ ചോദ്യം ചെയ്യൽ കുറച്ചുകൂടി വ്യക്തത കൈവരും എന്ന് തന്നെയാണ്. അതായത് നവമി, ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് നവമി. ഇനിയിപ്പോ ഈ അമ്മയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഇത്രയും ദിവസം ചോദ്യം ചെയ്യുന്നു, പക്ഷേ ഇതിൽ വളരെ ദുരൂഹത നിറഞ്ഞ തരത്തിലുള്ള മൊഴികളിൽ അവർ തുടർന്നു കൊണ്ടുപോകുന്നു. അപ്പോൾ പോലീസിനെ ഉറ്റുനോക്കുന്നത് ഈ അച്ഛന്റെ അടുത്ത ബന്ധുവിന്, അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറ്റമൊക്കെ സംഭവിച്ച ഒരാൾ, ഇയാളെ കൂടെ അടുത്തിരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലേക്ക്. എന്തുകൊണ്ട് കുട്ടിയെ ഇയാൾ തന്നെയാണ് സ്ഥിരമായി പരിചരിക്കാറുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അത് അമ്മയും ഇയാളും തമ്മിലുള്ള ഒരു ബന്ധം, അതിലൊരു വിശ്വാസ്യത, ഇനി ഇതിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും വിഷയം കൊണ്ട് കുട്ടിയെ കൊല്ലാനുള്ള പെട്ടെന്നൊരു പ്രേരണയിലേക്ക് കടന്ന് ഇത്തരം സംശയങ്ങളൊക്കെ ഇതിനകത്തുണ്ടോ?
പോലീസിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചോദ്യം ചെയ്യലുകൾക്ക് നടക്കുന്നെങ്കിലും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്നില്ല. ചില സൂചനകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാലും വിശദമായ ചോദ്യം ചെയ്യലുകൾ നടക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘവും അത് തന്നെയാണ് പറയുന്നത്. അടുത്ത അമ്മയെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ പലപ്പോഴും അമ്മയുടെ മൗനം ആണ് ഉത്തരമായി ലഭിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നുണ്ട്. അന്വേഷണ ചോദ്യം ചെയ്യലോട് പൂർണ്ണമായും സഹകരിക്കാത്ത സാഹചര്യമുണ്ട്. തുടക്കത്തിൽ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പ്രതി ആദ്യം കുറ്റം സമ്മതിച്ചു, പിന്നീട് താൻ അതല്ല എന്ന് പറയുന്നു. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ ചോദ്യങ്ങൾക്കൊക്കെ മൗനം തുടരുന്നു. ആ ഒരു രീതിയിലാണ് രണ്ട് പ്രതികളുടെയും മുന്നോട്ടുള്ള ഈ ചോദ്യം ചെയ്യൽ, അവരുടെ പെരുമാറ്റം ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് പല സംശയങ്ങളും ബാക്കിയായി നിൽക്കുന്നത്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നടത്തിയ പരിശോധനയും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കുട്ടിയുടെ അമ്മ പറഞ്ഞ പേരും ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ബന്ധു കൂടിയായിട്ടുള്ള അച്ഛന്റെ സഹോദരനിലേക്ക് പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്നത്. പക്ഷേ കോടതിയിൽ വരും ദിവസങ്ങളിൽ ഇനി ഈ കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെങ്കിൽ തെളിവുകളാണ് ആവശ്യം. ആ തെളിവുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും എത്തി നിൽക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ, മൊഴിയെടുപ്പുകൾ, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ എല്ലാം തന്നെ നമുക്ക് മുൻവിധികളിലേക്ക് വളരെ പെട്ടെന്ന് കടക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഈ അമ്മയെ ഈ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്തൊക്കെ നാട്ടുകാരുടെ ഭാഗത്ത് വലിയ രോഷമൊക്കെ ആയിരുന്നു. ഈ സംഭവം ഉണ്ടായ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഉണ്ടായതിൽ നിന്ന് നേരെ വിപരീതമായിട്ടാണ് നാട്ടുകാരടക്കം പ്രതികരിച്ചത്. അമ്മ മറ്റൊരു വഴിയുമില്ലാതെ ഇങ്ങനെ ഒരു കടുങ്കയിലേക്ക് കടന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ഒരു ഭാവവുമില്ലാതെ നിൽക്കുന്ന ഒരു വിഷയമൊക്കെ ഉണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനപ്രയാസം ഈ കുട്ടിയെ കൊന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്കില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില ഭാവങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ പോലീസിനെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടോ? നാട്ടുകാരും ആ തരത്തിൽ ഒക്കെയുള്ള പ്രതികരണങ്ങളൊക്കെയാണോ നടത്തുകയും ചെയ്യുന്നത് ഇവരെ കൊണ്ടുവരുമ്പോഴെല്ലാം? ഇന്നലെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. കാരണം സ്വാഭാവികമാണ്, ഒരു പിഞ്ചു കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊന്ന അതും ഒരമ്മയാണ്. ആ അമ്മയ്ക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധം അത് സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു രോക്ഷ പ്രകടനമായി തന്നെ നമുക്കതിനെ കണക്കാക്കാം. പോലീസ് വലിയ സുരക്ഷയിൽ തന്നെയാണ് യുവതിയെ തെളിവെടുപ്പിനായി എത്തിക്കുകയും ചെയ്തത്. പക്ഷേ തുടക്കത്തിൽ തന്നെ ഈ ചോദ്യം ചെയ്യലുകളിലൊക്കെ പോലീസ് വ്യക്തമാകുന്നത് യുവതി ഇത് കരുതിക്കൂട്ടി ചെയ്തത് തന്നെയാണ്. അല്ലെങ്കിൽ അവർ അപ്രതീക്ഷിതമായി മകളെ പുഴയിലേക്ക് എറിഞ്ഞു കൊല്ലാമെന്നൊരു തീരുമാനത്തിലെത്തിയതല്ല. കുറച്ച് ദിവസങ്ങളായി കുഞ്ഞിനെ കൊലപ്പെടുത്തണം എന്നൊരു ഉദ്ദേശം തന്നെയായിരുന്നു അമ്മയ്ക്കുണ്ടായത് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന് കാരണവും ഈ ഇത്തരത്തിലുള്ള ദുസ്വപ്നം കണ്ടു എന്നൊക്കെയാണ് പോലീസിന് യുവതി നൽകുന്ന മൊഴി. പിതാവിന്റെ വീട്ടുകാർക്ക് കുട്ടിയോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം, അതോടൊപ്പം ഈ കുട്ടി തന്നെ ഒഴിവാക്കി കുട്ടിയെ മാത്രം അവർ സ്നേഹിക്കുന്നു, രണ്ടാനമ്മയുടെ കീഴിൽ കുഞ്ഞ് വളരുന്നതൊക്കെ ദുസ്വപ്നം കാണുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് ഈ കുഞ്ഞിനെ കൊല്ലുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി യുവതി അങ്ങനെ ചെയ്തതെന്ന് തന്നെയാണ് പോലീസും ഉറപ്പിച്ച് പറയുന്നത്. പക്ഷെ അതിലിപ്പോഴും ഈ പോക്സോ കേസ് കൂടി വന്നപ്പോൾ അല്ലെങ്കിൽ കുട്ടി പീഡനത്തിനിരയായി എന്ന് പറയുമ്പോൾ മാത്രമാണ് അവിടെയും ഒരു സംശയം ബാക്കി നിൽക്കുന്നത്. 3.5 വയസ്സുള്ള തന്റെ കുഞ്ഞ് അത്രയും അമ്മയ്ക്ക് അത്രയും സ്നേഹമുള്ള അല്ലെങ്കിൽ അച്ഛൻ വീട്ടുകാരുടെ സ്നേഹം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അമ്മ എന്തുകൊണ്ടാണ് കുഞ്ഞിന്റെ ഇത്തരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ കുഞ്ഞ് അനുഭവിച്ച വേദന അല്ലെങ്കിൽ കുഞ്ഞിനെ ഇത്തരത്തിൽ ശാരീരികമായി ഒരാൾ പീഡിപ്പിച്ചു എന്നത് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നൊരു ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. അപ്പോൾ അമ്മ പറയുന്നത് കള്ളമാണോ എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ സംശയം. ആ സംശയം കൂടി ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോക്സോ കേസ് പ്രതിയെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം. തീർച്ചയായിട്ടും നവമി ദിനേശ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മൂഴിക്കുളത്തെ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പല വഴിത്തിരിവുകളിലേക്ക് കടന്നു. ഇത് ആദ്യത്തെ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്ന വിശകലനങ്ങളും അല്ലെങ്കിൽ വിലയിരുത്തലുകളും അപ്പുറത്തേക്കാണ് ഈ കേസ് കടന്നിരിക്കുന്നത്. ഇതിൽ ഒരു പക്ഷേ ഗത്യന്തരമില്ലാതെ ഈ 3.5 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊല്ലേണ്ടി വന്ന അമ്മയുടെ ചിത്രത്തിനപ്പുറത്തേക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് ഇവർക്ക് ഈ വിഷയത്തിനകത്തുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഒക്കെയാണ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലും പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ അത് ഈ അമ്മയും ഒപ്പം അച്ഛന്റെ അടുത്ത ബന്ധുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഈ വിഷയത്തിനകത്തുള്ള ആശയക്കുഴപ്പം മാറുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. ഇനി ആലപ്പുഴയിലേക്ക് കടക്കുമ്പോൾ രണ്ടാനച്ഛനിൽ നിന്ന് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കുന്നതായി 5 വയസ്സുകാരൻ. ചേർത്തല ടൗൺ സ്കൂളിലെ UKG വിദ്യാർത്ഥിയായ കുട്ടി സ്കൂളിലെ കൗൺസിലിംഗിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കുട്ടിയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ PTA ചേർത്തല പോലീസിന്
പരാതി നൽകി. എല്ലായിടത്തും അടിക്കുമോ? അപ്പം അമ്മ എന്ത് പറയും? അച്ഛന് വഴക്കുള്ളൂ. അച്ഛൻ കള്ളു കൊടുക്കുമോ? എല്ലാ ദിവസവും അടിക്കുമോ? എന്തിനാ വെറുതെയോ? എന്ത് ഭക്ഷണമൊക്കെ തരുമോ? അമ്മയാണോ വാങ്ങിച്ചത്? ഇന്ന് വാങ്ങിച്ചു തന്നോ? അമ്മ എന്ത് കുഞ്ഞിനെ മോട്ടർ ഇരിക്കാൻ പോകാം. അമ്മ തരുമോ? തല്ലത്തില്ല. മിഠായിയൊക്കെ വാങ്ങി തരുമോ? കാശിനാഥ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ്. കുട്ടി നന്നായി പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായി കുട്ടി കൃത്യമായി ക്ലാസ്സിൽ വരികയോ അതേപോലെ തന്നെ പഠന നിലവാരത്തിൽ മികവ് ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല ഭക്ഷണം കൃത്യമായി കൊണ്ടുവരികയോ അതേപോലെ മുഷിഞ്ഞ ഡ്രസ്സ് ഒക്കെ ധരിച്ചാണ് കുട്ടി സ്കൂളിൽ വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം സ്കൂളിലെ PTA-യുടെയും അധ്യാപകരുടെയും ശ്രദ്ധയിൽപ്പെടുകയും കുട്ടിയോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിൽ വെച്ചിട്ട് കുട്ടിയുടെ രണ്ടാനച്ഛനായിട്ടുള്ള റെജി എന്ന് വിളിക്കുന്ന വ്യക്തി കുട്ടി നിരന്തരമായി അതിക്രൂരമായി ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു. അതേ തുടർന്ന് അധ്യാപകരും PTA-യും അംഗങ്ങളെല്ലാം ചേർന്ന് കുട്ടിയുടെ വീടിൻ്റെ പരിസരവാസികളെല്ലാം അന്വേഷിച്ചതിൽ വെച്ചിട്ട് കുട്ടിയുടെ രണ്ടാനച്ഛൻ നിരന്തരമായി ഉപദ്രവിക്കുന്നതായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കുട്ടിയെ ക്രൂരമായി രണ്ടാനച്ഛൻ ഉപദ്രവിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് രാവിലെ തന്നെ PTA-യുടെ നേതൃത്വത്തിൽ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ രണ്ടാനച്ഛന് പരാതി നൽകിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, PTA തന്നെ ഇടപെട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ കുട്ടി എവിടെയാണുള്ളത്? ഈ കുട്ടി ആ കുട്ടിയുടെ വീട്ടിൽ തന്നെയാണോ, അതായത് രണ്ടാനച്ഛന്റെ സംരക്ഷണത്തിൽ തന്നെയാണോ? ഈ കുട്ടിയുടെ അമ്മ ഇതിനകത്ത് എടുക്കുന്ന നിലപാട് കൂടി ഏറെ നിർണായകമാകുന്നില്ലേ? ഏത് തരത്തിലാണ് ഈ കേസ് പോലീസ് കൂടി കാണുന്നത്? അപർണ, ഇത് കുറച്ചു നാൾ മുമ്പ് തന്നെ ഈ കുട്ടി സ്കൂളിൽ വരുന്ന ഒരു സാഹചര്യം അധ്യാപകർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കുട്ടിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നീട് കുട്ടി ക്ലാസ്സിൽ ഭയങ്കര മൂകനായി ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കുഞ്ഞിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ഘട്ടത്തിൽ ഈ രണ്ടാനച്ഛൻ ഉപദ്രവിക്കുന്നതായുള്ള വിവരം അവർക്ക് ലഭ്യമായിരുന്നു. തുടർന്ന് പോലീസിൽ ഇക്കാര്യങ്ങൾ സ്കൂൾ PTA എന്നുള്ള രീതിയിൽ ദിനൂപിന്റെ ഒക്കെ നേതൃത്വത്തിൽ തന്നെ പോലീസിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷെ അന്ന് ആ ഘട്ടത്തിൽ അറിയിച്ച് പോലീസിന്റേതായിട്ടുള്ള ചില താക്കീതുകളൊക്കെ ഈ സംഭവത്തിൽ ഈ രണ്ടാനച്ഛൻ റെജിയുടെ നേരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇവർ കുറെ നാളുകളായി കുട്ടിയുടെ സാഹചര്യം നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ദിനൂപും ഒപ്പം തന്നെ അനുപ്രിയയും ഉൾപ്പെടെയുള്ള, അതായത് ഈ കുട്ടിയോട് സംസാരിച്ച കുട്ടിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ചേർത്തല നഗരസഭയുടെ യൂത്ത് കോർഡിനേറ്റർ ആയിട്ടുള്ള അനുപ്രിയ ഉൾപ്പെടെയുള്ളവർ ഈ കുട്ടിയുടെ പരിസരം നിരീക്ഷിച്ചു വരികയായിരുന്നു. അവിടെ നിന്നും പരിസരവാസികൾ ഉൾപ്പെടെ പറയുന്നത് രാത്രികാലങ്ങളിൽ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാറുണ്ട്, സ്ഥിരമായി കരച്ചിൽ കേൾക്കാറുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് അന്വേഷണത്തിലാണ് ഇവർ ഈ കുട്ടിയുടെ അമ്മയുടെ രണ്ടാം ഭർത്താവാണ് ഈ റെജി എന്നുള്ളത് മനസ്സിലാകുന്നത്. കുട്ടിയുടെ രണ്ടാനച്ഛനാണ് റെജി. തുടർന്ന് ഈ റെജി വൈകുന്നേരങ്ങളിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളതാണ് കുഞ്ഞ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചു നൽകുക അമ്മ, അതായത് അമ്മ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ഈ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചു നൽകുക. വൈകിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഇയാൾ രണ്ട് കൈയും കൂട്ടി കരണത്തടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അത് ആ രീതിയിലുള്ള ഉപദ്രവം, രണ്ട് കവിളിലും ചേർത്ത് അടിക്കുന്ന ഉൾപ്പെടെയുള്ള ഉപദ്രവങ്ങളാണ് ചെയ്യുന്നതെന്നാണ് കുഞ്ഞ് പറഞ്ഞത്. ശരീരം മുഴുവൻ ഉപദ്രവിക്കാറുണ്ട്, വെറുതെ ആണ് അച്ഛൻ ഉപദ്രവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടി പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഈ അനുപ്രിയയും ഒപ്പം തന്നെ ദിനൂപും സ്കൂളിലെ PTA-യുടെ മറ്റ് സ്കൂളിലെ അധ്യാപകരും ഒക്കെ ചേർന്നാണ് കുട്ടിയോട് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ഇന്നലെ കുട്ടിയെ കൊണ്ടുവരാനായിട്ട് അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ ഇന്നലെ അവര് കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. ഇന്നാണ് ഇപ്പോൾ രാവിലെ കുട്ടിയെ കൊണ്ടുവരികയും ഈ കുട്ടിയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കുകയും ചെയ്തത്. അതായത് പരിസരവാസികൾ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കുഞ്ഞ് അനുപ്രിയോട് ഉൾപ്പെടെ സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളത്. UKG സ്റ്റുഡന്റ് ആണ്, അതായത് 5 വയസ്സ് മാത്രമുള്ള ആൺകുട്ടിയാണ്. ആ കുട്ടിയാണ് ഈ രീതിയിൽ ഉപദ്രവിക്കുന്നത്. ചേർത്തല ടൗൺ സ്കൂളിലെ അധ്യാപകരും PTA-യും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിട്ടുള്ളത്. ചേർത്തല പോലീസിൽ കുട്ടിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രണ്ടാനച്ഛൻ റെജിക്കെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ശരണ്യ, ഈ അമ്മയുടെ നിലപാട് ഒരിക്കൽ കൂടി, ഇപ്പൊ ഈ തരത്തിലേക്ക് ഈ പരാതി വളരെ ശക്തമായിട്ട് പോകുന്ന ഒരു സാഹചര്യം, ഈ അമ്മ എടുക്കുന്ന നിലപാട് കൂടി നിർണായകമാകുന്നു. എന്ത് കൃത്യമായിട്ടൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്?
കുട്ടി ഇന്ന് കൊണ്ടുവന്നത് രണ്ടാനച്ഛനാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അമ്മയിൽ നിന്നുള്ള മറ്റ് വിശദാംശങ്ങൾ നമുക്ക് തേടാനേ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവര് ലോട്ടറി വിൽപ്പന കുട്ടി പറഞ്ഞതിൽ നിന്ന് പകല് അമ്മ വീട്ടിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ലോട്ടറി വിൽപ്പനയ്ക്കായി അവർ പോകുന്നു, ലോട്ടറി വിൽപ്പന നടത്തിയാണ് ഉപജീവന മാർഗം കഴിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഇവരോടൊപ്പം കൂടിയ ആളാണ് റെജി എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ അമ്മയ്ക്ക് പോലും സംരക്ഷണം ഒരുക്കാൻ കഴിയാത്ത, അതായത് അമ്മ കുട്ടിയെ അടിക്കുന്ന ഘട്ടത്തിൽ വഴക്ക് പറയാറുണ്ട്, ഈ റെജിയെ രണ്ടാനച്ഛനെ വഴക്ക് പറയാറുണ്ടെന്നാണ് കുഞ്ഞ് പറയുന്നതെങ്കിൽ പോലും കുട്ടി അടികൊണ്ട് കരയുന്ന ശബ്ദം കേൾക്കാറുണ്ടെന്ന് പരിസരവാസികൾ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ഇവര് ഈ ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്ത ആളുകൾ ഉൾപ്പെടെ പലപ്പോഴും ആ വീടിന്റെ പരിസരത്ത് രാത്രി ചെന്ന് ഇത്തരം കാര്യങ്ങൾ, ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണോ എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. ആ ഘട്ടത്തിലൊക്കെയും തന്നെ ഇവർക്ക് ബോധ്യപ്പെട്ടുള്ളത് കുട്ടി അകത്ത് ഞാൻ വരാം. പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനീപ് നമുക്കൊപ്പം ചേരുന്നു. ഇതെങ്ങനെയാണ് പി ടി എക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയത്? ഈ കുട്ടി ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ ക്ലാസ്സിൽ നടന്നിരുന്നു. അത് കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയത്തിലൂടെയാണ് കുഞ്ഞുകുട്ടി കടന്നു പോകുന്നത് എങ്ങനെയാണ് തോന്നിയത്? അത് നമുക്ക് നേരത്തെ തന്നെ കുട്ടി നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. LKG പോലും നന്നായിട്ട് ക്ലാസ്സിലൊക്കെ നല്ല പ്രസന്റ് ചെയ്യുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് കുട്ടിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു. അതേപോലെ കുട്ടിയുടെ ഡ്രസ്സിലൊക്കെ മുഷിഞ്ഞ ഡ്രസ്സുകൾ ഒക്കെ ഇട്ട് ധരിച്ച് സ്കൂളിൽ വരിക, ഭക്ഷണമൊന്നും കൃത്യമായിട്ട് കൊണ്ടുവരാത്ത അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മുടെ PTA അതേപോലെ അധ്യാപകരുടെയും ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടത്. അപ്പോൾ നമ്മൾ കുട്ടിയായിട്ട് ആദ്യം വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ രണ്ടാനച്ഛൻ കുട്ടിയെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ട്, ശാരീരികമായും മാനസികമായും മദ്യപിച്ചെത്തി ഉപദ്രവിക്കാറുണ്ടെന്ന് വിവരം കുട്ടി പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് കുട്ടിയെ സ്കൂളിൽ വിളിച്ചു വരുത്തി അവിടുത്തെ മുനിസിപ്പൽ യൂത്ത് കോർഡിനേറ്റർ ആയിട്ടുള്ള ഹരിപ്രിയ അടക്കമുള്ള ആളുകളുടെ അധ്യാപകരുടെ സ്ഥാനത്ത് ഞങ്ങൾ കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് കുട്ടി കൃത്യമായി ഈ വിവരം രണ്ടാനച്ഛൻ കാരണത്തടിക്കൽ അടക്കമുള്ള തരത്തിൽ ക്രൂരമായി ഉപദ്രവിക്കുന്നതായി കുട്ടി നമ്മോട് വിവരം പറഞ്ഞത്. അതേ തുടർന്നാണ് ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത്. ഈ 5 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ അത് വീണ്ടും ഈ കുട്ടിയുടെ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ടോ? അതോ കൃത്യമായ രീതിയിൽ ആ പരാതിയിൽ ഇത് കൃത്യമായി എത്തിക്കാൻ കൂടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, ഈ വീഡിയോ അടക്കം അല്ലേ? ഞങ്ങൾ കുട്ടി പറഞ്ഞുകൊണ്ട് മാത്രമല്ല, കുട്ടിയുടെ താമസിക്കുന്ന വീടിന്റെ പ്രദേശങ്ങൾ ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ പ്രദേശവാസികളെല്ലാം പറഞ്ഞത് രാത്രിയിലെല്ലാം കുട്ടിയുടെ ഭയങ്കരമായിട്ടുള്ള കരച്ചിലും നിലവിളിയെല്ലാം കേൾക്കാറുണ്ട്. കുട്ടിയുടെ അച്ഛൻ ഈ രണ്ടാനച്ഛൻ കുട്ടി ഉപദ്രവിക്കാറുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം പ്രദേശവാസികളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് കുട്ടിയെ വിളിച്ച് സംസാരിച്ചത്. കൃത്യമായ എന്റെ വീഡിയോ, കുട്ടി പറയുന്നതിന്റെ വീഡിയോ അടക്കം ആണ് പോലീസിൽ ഞങ്ങൾ കൈമാറിയിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള പരാതിയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം കുട്ടി ആ വീട്ടിൽ ഒട്ടും സുരക്ഷിതമല്ല. ഈ അച്ഛൻ ആ വീട്ടിൽ താമസിക്കുന്ന കാലം കുട്ടി ഒരിക്കലും ആ വീട്ടിൽ സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഉത്തരവാദിത്വം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ PTA വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ശ്രീ ദിനൂപ്, അതായത് ഈ കുട്ടിയുടെ അമ്മ എടുക്കുന്ന നിലപാട് എന്താണ്? ഈ പരാതി കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊരു പരാതി കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ അവരെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ എന്ത് നിലപാടാണ്? ഞങ്ങൾ കുട്ടിയുടെ അമ്മയായിട്ട് സംസാരിച്ചു. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വിഷയം ശ്രദ്ധയപ്പെട്ടപ്പോൾ അമ്മയായിട്ട് സംസാരിച്ചു. അപ്പൊ അമ്മ പറയുന്നു, അമ്മ ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്യും, അമ്മ പറയുന്നത് അങ്ങനെ ഉപദ്രവിക്കാറില്ല എന്ന രൂപത്തിലാണ് പറയുന്നത്. ഇന്നലെ ഞങ്ങൾ കുട്ടിയെ സ്കൂളിൽ ഒന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അവർ എത്തുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് പോലും അവർ ഫോൺ അവസാനം സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് നിരന്തരമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് അമ്മ കൊണ്ടുവരാൻ വേണ്ടി സംഭവിച്ചത്. കുട്ടി പറയുന്നത് അമ്മ ഉപദ്രവിക്കാറില്ല, പക്ഷേ അച്ഛൻ ഉപദ്രവിക്കുമ്പോൾ അമ്മ അച്ഛനെ ഇടയ്ക്ക് തടസ്സപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ അച്ഛനെതിരെ ഒരു പരാതി കൊടുക്കാൻ, ഈ നിലപാട് സ്വീകരിക്കാൻ അമ്മ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇവർക്ക് വേറെ കുട്ടികളുണ്ടോ? അതായത് ഈ രണ്ടാനച്ഛനിൽ വേറെ കുട്ടികളുണ്ടോ? ഇല്ല, രണ്ടാനച്ഛനിൽ വേറെ കുട്ടികളുള്ളതായിട്ട് നമ്മുടെ അറിവിൽ ഇതുവരെ. ഈ ഒരു കുട്ടി മാത്രമാണോ ഉള്ളത്? അല്ല, ഇവർക്ക് മറ്റൊരു കുട്ടി, ഒരു വലിയൊരു മൂത്തൊരു മകൻ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോ ഈ അച്ഛനും അമ്മയും ഈ മകനുമായാണ്, ഈ കുട്ടിയുമായാണ് താമസിക്കുന്നത്. അതായത് ഇപ്പൊ ഈ പരാതി ഇപ്പൊ ഈ കുട്ടിയുടെ മൊഴി എടുക്കാൻ വേണ്ടി കുട്ടിയെ കൊണ്ടുവന്നത് രണ്ടാനച്ഛൻ. അതായത് കുട്ടി ഇത്രയും ഒരു വിഷയം നിൽക്കുമ്പോഴും ഈ കുട്ടി തിരിച്ചു പോകുന്നത് ആ വീട്ടിലേക്ക് തന്നെയാണ്, ഇതെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം. ഇപ്പോൾ ഈ ആ വീട്ടിലുള്ള കുട്ടിയുടെ അവസ്ഥ ഏത് തരത്തിലായിരിക്കും എന്നുള്ളൊരു ഒരു കൺസേൺ കൂടെ നിങ്ങൾക്ക് കാണില്ലേ ഇപ്പോ? അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കുട്ടിയുടെ ഉത്തരവാദിത്വം ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഏറ്റെടുക്കുന്നത്. കാരണം ഇനിയിപ്പോ ഈ കുട്ടി ആ വീട്ടിൽ ഒട്ടും സുരക്ഷിതമായിരിക്കില്ല. കാരണം ഇത്തരൊരു പരാതി അടക്കം വന്ന സാഹചര്യത്തിൽ തീർച്ചയായും കുട്ടിയെ ഈ രണ്ടാനച്ഛൻ ഇനിയും തുടർന്ന് ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് പോലീസ് അധികാരികളുടെ അടക്കം പറഞ്ഞത് അടിയന്തര റിപ്പോർട്ട് കൊടുത്ത് കുട്ടിയെ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി അടിയന്തരമായി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാരണം കുട്ടിയുടെ അമ്മയ്ക്ക് ആ നിലയിൽ കുട്ടി അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നൊരു ബോധ്യം ഞങ്ങൾക്ക് സ്കൂൾ അധികൃതർക്കും PTA ക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ഒരുപക്ഷെ നിസ്സഹായമായിരിക്കും ആ വിഷയത്തിൽ.
ചിലപ്പോൾ ഒരുപക്ഷെ അവരെയും ഈ രണ്ടാം മർദ്ദിക്കുന്നുണ്ടാവാം. അത് എന്താണെങ്കിലും കുട്ടി ആ വീട്ടിൽ ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കുട്ടിയെ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ഓക്കെ, ഒന്ന് ദയവായി തുടരുക അടുക്കരുതിന്. ഇപ്പോൾ അനുപ്രിയ ചേർത്തല നഗരസഭ യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് കോർഡിനേറ്ററും ചേർന്നു. അനുപ്രിയ, നേരിട്ട് ഈ കുട്ടി നിങ്ങളോട് പറയുകയുണ്ടായി, അല്ലെങ്കിൽ വീഡിയോയിൽ കേട്ടതുപോലെ ഈ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചു. പക്ഷേ അതുകൊണ്ട് പിന്നെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ മൊഴിയും ഇയാൾക്കെതിരെയാണ് നിൽക്കുന്നത്, രണ്ടാനച്ഛനെതിരെയായിട്ട്, അല്ലേ? അനുപ്രിയ, കേൾക്കാമോ? അനുപ്രിയയിലേക്ക് വരാം. ആ കോൾ കട്ടായി, നമുക്ക് അതിലേക്ക് വരാം. ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് ദിനൂപ്, ചെറിയ കുട്ടിയാണ്, അത് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപക്ഷെ വീണ്ടും ക്രൂരമർദ്ദനത്തിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം, ഈ കുട്ടിക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് പോലും ഇതിൽ ഉറപ്പുവരുത്താൻ എന്തെങ്കിലും ഒരു മോണിറ്ററിംഗ് സിസ്റ്റം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഈ മണിക്കൂറുകളിലൊക്കെ ഈ കുട്ടി എന്താണ്, എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ? അഡ്വക്കേറ്റ് ദിനൂപിലേക്ക് ഓക്കെ, നമുക്ക് വരാം. ശരണ്യ സ്നേഹജൻ, ശരണ്യ, നമ്മൾ അവരെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, അതിലേക്ക് എത്തും എന്ന് കരുതുന്നു. ശരണ്യ, ഇതൊരു വലിയ വിഷയം. ഈ കുട്ടി ഈ തരത്തിൽ പരാതി നൽകുന്നു, മൊഴി നൽകുന്നു. 5 വയസ്സുള്ള കുട്ടിയാണ്, എന്ത് ചെയ്യാൻ കഴിയും? ആ കുട്ടി വീണ്ടും ആ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ വീട്ടിലെത്തുമ്പോൾ ആ കുട്ടിയുടെ സ്ഥിതി എന്തായിരിക്കും? പ്രത്യേകിച്ച് ഇത്രയും കാര്യം തുറന്നു പറഞ്ഞതിന് ശേഷം ആ കുട്ടി എന്ത് അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുക എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ട് പോലീസെങ്കിലും ആ വിഷയത്തിനകത്ത് കണ്ണു തുറന്ന് കാണുന്നുണ്ടോ? CWCയുടെ മുൻ CWC അംഗം ജലജ ചന്ദ്രനുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ കൈമാറിയിട്ടുണ്ട്. CWC ചെയർപേഴ്സൺ വസന്തകുമാരിക്ക് ഇത് കൈമാറും എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് അവരെ ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ദൃശ്യങ്ങളടക്കം നമ്മൾ അവർക്ക് കൈമാറിയിട്ടുണ്ട്. മറ്റൊന്ന് ചേർത്തല പോലീസിലാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചേർത്തല പോലീസ് ഇതിനകത്ത് എടുക്കുന്ന ഒരു ആക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്ത് ഈ കാര്യങ്ങൾ, കുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും രാവിലെ ആണ് PT അധികൃതർ പരാതി നൽകിയിട്ടുള്ളത്. കുട്ടി ഈ ഇത്തരം കാര്യങ്ങൾ ഒറ്റ മിനിറ്റ് ശരണ്യ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. വീണ്ടും അനുപ്രിയ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. യൂത്ത് കോർഡിനേറ്ററാണ്, ചേർത്തല നഗരസഭ യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് കോർഡിനേറ്റർ അനുപ്രിയയാണ് കുട്ടിയോട് സംസാരിച്ചത്. അനുപ്രിയ, ഈ കുട്ടി നിങ്ങളോട് തന്നെയാണ് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ തരത്തിലൂടെ ഈ 5 വയസ്സുള്ള ഒരു കുട്ടി പറയുമ്പോൾ അത് എത്രത്തോളം വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് പറയാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അപ്പോഴും ആ കുട്ടി കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങളെ അറിയിച്ചു, അല്ലേ? നേരത്തെ ഇതിനു മുമ്പ് പലതവണ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചതാണ്. പക്ഷെ അതിന് അച്ഛനും അമ്മയും അനുവദിച്ചിരുന്നില്ല. ഇന്ന് നമ്മൾ വേറെ കാരണങ്ങളൊക്കെ പറഞ്ഞാണ് ഇന്ന് കുട്ടിയെ ഇന്നലെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു, എന്നിട്ട് അവർ കൊണ്ടുവന്നില്ല. ഇന്നലെ രാത്രിയിലും നിരന്തരമായി അവരെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ അവർ കുട്ടിയുമായി സ്കൂളിൽ വന്നത്. കുട്ടിയെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് ഉറപ്പ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അവൻ ഈ വിവരങ്ങൾ മുഴുവൻ നമ്മളോട് പറഞ്ഞത്. അവിടെ നിർത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തതുകൊണ്ട് അതായത് ഈ കുട്ടിക്ക് ഇനി അവിടെ അവർക്ക് ഈ കുട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ ഈ കുട്ടിയെ ഏറ്റെടുത്തോളാം എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് ഇത് പറഞ്ഞതെന്നാണോ? അതെ, കുട്ടി ഈ വിവരം പറഞ്ഞത് നമ്മൾ വീട്ടിൽ നിന്ന് അവനെ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് ഉറപ്പ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ്. കുട്ടിക്ക് നിങ്ങൾ ഉറപ്പ് കൊടുത്തതിന്റെ ഭാഗമായിട്ട്? അതെ അതെ അതെ. ഇതിലൊരു വിഷയം, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം വെളിയിൽ വരുന്നു, പുറത്തേക്ക് വരുന്നു, സ്വാഭാവികമാണ് ആ കുട്ടി വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. എന്താണ് ആ കുട്ടിക്ക് സംഭവിക്കുക എന്നുള്ളതിൽ വലിയൊരു ആശങ്കയുണ്ടല്ലോ. 5 വയസ്സുള്ള കുട്ടിയല്ലേ, എത്രത്തോളം? അവരൊരു ഒറ്റമുറി വീട്ടിലാണ് കഴിയുന്നത്. കൃത്യമായി ഭക്ഷണം പോലും കിട്ടുന്നില്ല. പല ദിവസങ്ങളിലും രാത്രിയിൽ ഞാൻ ആ വീട് നിൽക്കുന്ന പ്രദേശത്ത് പോയി പരിസരത്ത് താമസിക്കുന്ന ആളുകളുമായിട്ടും ഒക്കെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കുട്ടിയെ നിരന്തരമായി പുറകെ പോകാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെയാണ് ഈ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇന്നാണ് ഈ കുട്ടിയെ നമ്മുടെ കയ്യിലേക്കൊന്ന് കിട്ടിയത്. ഇത് നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി കുട്ടിയെ ഇന്നാണെന്ന് കയ്യിലേക്ക് കിട്ടുന്നത്. അല്ല, പക്ഷെ നിങ്ങൾ ഇത് അറിഞ്ഞ ശേഷവും നിങ്ങൾ ആ കുട്ടിയെ അവരുടെ കൂടെ തന്നെ തിരികെ വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അതിലൊരു വലിയ വിഷയമല്ലേ? ആ കുട്ടിയെ കുറഞ്ഞ പക്ഷം ആ സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താനുള്ള ആവശ്യമോ നേരിട്ട് പോലീസിൽ അറിയിക്കുമോ അങ്ങനെ എന്തെങ്കിലും വേണമായിരുന്നില്ലേ? പോലീസുമായി ബന്ധപ്പെട്ട് പരാതി, സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ അവർ കൃത്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടിയെ അവരുടെ കൂടെ വിട്ടത്. നമുക്ക് കുട്ടിയെ ഇപ്പോ കൂടെ കൊണ്ടുവരുന്നതിൽ കുറച്ച് പരിമിതി ഉണ്ടല്ലോ. റൈറ്റ്, ഓക്കെ, നന്ദി. യൂത്ത് കോർഡിനേറ്റർ അനുപ്രിയാണ് പ്രതികരിച്ചത്. ഏതായാലും കുട്ടി ഇപ്പോൾ വീണ്ടും ആ രണ്ടാനച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് പോയിരിക്കുന്നത്. 5 വയസ്സുള്ള കുട്ടിയാണ്. ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ ശേഷം
ആ കുട്ടിയോട് ഏത് തരത്തിലായിരിക്കും അവർ പെരുമാറുക എന്നുള്ളതിലും വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഇടപെട്ട PTA-യും നഗരസഭയുടെ യൂത്ത് കോർഡിനേറ്ററും അടക്കമുള്ളവർ എന്നുള്ളൊരു ആശ്വാസമാണ്. പോലീസിന് ഈ വിഷയം അറിയുകയും ചെയ്യാം. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിക്ക് അച്ഛന്റെ ക്രൂരമർദ്ദനം. പൊപ്രയിൽ സ്വദേശി മാമച്ചൻ എന്ന ജോസാണ് മകളെ ക്രൂരമായി മർദ്ദിച്ചത്. എന്തിനാ അമ്മ എടുത്തപ്പോ അമ്മയുടെ കൂടെ പോയി അമ്മേനെ ഇഷ്ടമുള്ളതല്ലേ അല്ലേ? ആ അമ്മ ഇന്ന് വന്നോ? എന്തുകൊണ്ട് പറ. നിന്നോട് ഞാൻ പറഞ്ഞു ചോറ്റാന്ന് പറഞ്ഞാക്കരുന്നു. എന്റെ അമ്മയെ വേണം നിനക്ക് എന്നെ വേണോ? എന്ത് സംഭവം എന്നോട് ഞാൻ പറഞ്ഞു. ഇനി എന്തിനാ ആക്കിക്കൊണ്ടിരിക്കുന്നത്? 12-കാരനായ മകനാണ് ഈ മർദ്ദിക്കുന്ന വീഡിയോ പകർത്തിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് പിണങ്ങിപ്പോയ അമ്മ മടങ്ങി വരാനായി എടുത്ത പ്രാങ്ക് വീഡിയോ ആണിതെന്നാണ് ആദ്യം കുട്ടികൾ പോലീസിന് മൊഴി നൽകിയത്. പക്ഷേ പോലീസ് ഇത് മുഖവിലക്കെടുത്തില്ല. തുടർന്ന് വിശദമായ മൊഴിയെടുത്തപ്പോൾ ജോസ് നിരന്തരം മർദ്ദിക്കാറെന്ന് കുട്ടികൾ പോലീസിനോട് പറഞ്ഞു. പോലീസ് എന്തായാലും ജോസിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തു. സുമേഷ്, ഈ 2 കുട്ടികളെയും നോക്കുന്നത് ഇയാളാണോ? ഈ കുട്ടികളുടെ അമ്മ എവിടെയാണ്? ഇനിയിപ്പോൾ കുട്ടികളുടെ സംരക്ഷണം ഏത് തരത്തിലായിരിക്കും? അപർണ, മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച രാത്രിയാണ് ഇത്തരം ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. അതായത് തന്റെ മകളായ 8 വയസ്സുകാരിയെ പ്രാപ്പൂർ സ്വദേശി മാമച്ചനാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത്. തന്റെ മകളെ മർദ്ദിക്കുന്ന ദൃശ്യവും അതുപോലെ തന്നെ വടിവാളെടുത്ത് വെട്ടാൻ ഒഴുകുന്ന ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഇത് ആദ്യം പോലീസ് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഇവർ ഇടപെട്ടു. അതായത് ഈ മാമച്ചൻ ഇടപെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. ഇവർ ആദ്യം പറഞ്ഞത് തന്റെ ഭാര്യ മാസങ്ങൾക്ക് മുമ്പേ പിണങ്ങിപ്പോയിരുന്നു. ആ ഭാര്യയെ തിരിച്ചു വരുത്തുന്നതിന് വേണ്ടി കുട്ടികൾ നടത്തിയ ഒരു പ്രാങ്ക് വീഡിയോ ആണ് ഇത് എന്നാണ് ആദ്യം പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുകയും കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അതിലൊരു കേസെടുക്കുന്ന വിധത്തിൽ പോലീസ് തയ്യാറായില്ല. അത് ഒരു സമൂഹത്തിനിടയിൽ ഒരു വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു. പോലീസിനെതിരെ ഒരു വിമർശനം ഇടയാക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് പറയുന്നത് അത് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. ആദ്യം പോലീസ് ഇത് വിശ്വസിക്കുകയും പിന്നീട് വിശദമായ അന്വേഷണത്തിൽ അല്ലെങ്കിൽ കുട്ടികളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചുകൊണ്ട് വിശദമായി മൊഴി രേഖപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് മനസ്സിലാകുന്നത് ഇത് പ്രാങ്ക് വീഡിയോ അല്ല, ഇത് ഇദ്ദേഹം സ്ഥിരമായി കുട്ടികളെ മർദ്ദിക്കാറുണ്ടെന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാകുന്നത്. അത് കുട്ടികൾ തന്നെ പോലീസിനോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പോലീസ് ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഏതായാലും ഇദ്ദേഹം ഇപ്പോൾ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്, കസ്റ്റഡിയിലാണ് ഉള്ളത്. ഏതായാലും അറസ്റ്റ് പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ അമ്മയെ വിവരം അറിയിച്ചിട്ടുണ്ടോ? അവര് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഈ ഒരു അവസ്ഥയിൽ ഈ 2 കുട്ടികളും കടന്നു പോകുമ്പോൾ അവരെവിടെയാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടോ? അമ്മയുടെ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അതായത് ഇപ്പോൾ ഈ 2 കുട്ടികളും ഉള്ളത് ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ വിവാദമായതിനെ തുടർന്ന് ഇത്തരം വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അവർ ബന്ധുക്കളെത്തി കുട്ടികളെ അവരുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവർ 2 മാസമായി ഈ ചെറുപുഴ പ്രാപ്പോയിൽ വീട് അത് വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. കാസർഗോഡ് സ്വദേശികളായിരുന്നു ഇവർ. 2 മാസം മുന്നേ ഈ പ്രാപ്പോയിൽ പ്രദേശത്തെത്തുകയും അവിടുന്ന് വാടക വീട്ടിൽ താമസിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ നല്ല അടുപ്പത്തിലായിരുന്നില്ല. അത് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ഭാര്യ പിണങ്ങി പോവുകയും അത് എങ്ങനെയെങ്കിലും അത് തന്റെ ഭാര്യയെ വീട്ടിലെത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇതിലുണ്ട് എന്നും പോലീസ് പറയുന്നു. എന്നാൽ അക്കാര്യത്തിലും ചെറിയ ഈ മൊഴിയിലും ചെറിയൊരു അവ്യക്തതയുണ്ട്. പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ഇത് സ്ഥിരമായി കുട്ടികളെ ഇദ്ദേഹം മർദ്ദിക്കാറുണ്ടോ
ഇയാൾ സ്ഥിരം മദ്യപാനിയാണോ? നമ്മൾ ആ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇദ്ദേഹം മദ്യപിച്ചുകൊണ്ടായിരുന്നു ഈ കുട്ടികളെ മർദ്ദിക്കുന്നത്. അതിൽ തന്നെ ആ കുട്ടി ദാരുണമായി സംസാരിക്കും, നമ്മൾ കേൾക്കാം. എന്നെ തള്ളരുത് അച്ഛ എന്ന് പറയുന്ന വളരെ ദയനീയമായ രീതിയിൽ കുട്ടി അലറി വിളിക്കുന്ന ശബ്ദമായിരുന്നു നമ്മൾ വീഡിയോയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ പോലീസ് അതിൽ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് സമൂഹത്തിനിടയിൽ വളരെ വിമർശനത്തിനിടയാക്കിയത്. എന്നാൽ റൂറൽ SP ഈ കാര്യത്തിൽ നല്ല രീതിയിൽ ഇടപെടുകയും അദ്ദേഹം വീഡിയോ ശ്രദ്ധിക്കുകയും ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അതുമായി രണ്ടാമതും ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് എത്തിയത്. ഏതായാലും ഇത്ര ദാരുണമായ സംഭവം ഏതായാലും മനസാക്ഷി അലിയിക്കുന്ന ഒരു സംഭവമായിരുന്നു. സുമേഷ്, പോലീസ് ഇയാൾ ഈ വീഡിയോയിൽ തന്നെ എത്രത്തോളം ക്രൂരനായിട്ടുള്ള ഒരാളാണെന്നുള്ള വ്യക്തമാണ്. പോലീസ് എന്താണ് പറയുന്നത് ഇയാളുടെ മാനസിക നില സംബന്ധിച്ചും ഇയാളുടെ പെരുമാറ്റമൊക്കെ സംബന്ധിച്ചും? ഒരു വലിയ ക്രൂരൻ തന്നെയാണ് എന്നത് വ്യക്തമാവുകയാണോ? ഇയാളുടെ സ്വഭാവമൊക്കെ പോലീസ് എങ്ങനെ പറയുന്നു? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇയാൾ സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഏകദേശം ധാരണയായിട്ടുണ്ട്. പിന്നീട് ഈ 2 മാസം മാത്രമേ ആയുള്ളൂ അവിടെ താമസിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ പോലീസിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്നാലും മറ്റ് അന്വേഷണത്തിൽ കാസർഗോഡ് ജില്ലകൾ അദ്ദേഹത്തിന്റെ സ്വന്തം വീടായ കാസർഗോഡ് ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇയാള് ഇത്തരം ഒരു മനസാക്ഷിയിൽ ഒരാളാണോ, ഈ സ്ഥിരം ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരാളാണോ എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും ഈ അമ്മയില്ലാത്ത സമയത്ത് ഈ കുട്ടികളെ മർദ്ദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്മയുടെ കാര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നത്. അതായത് അമ്മ 2ാം വിവാഹത്തിൽ ഉണ്ടായ കുട്ടികളാണ് ഈ 2 കുട്ടികൾ എന്നാണ് പറയുന്നത്. സ്ത്രീ ആദ്യത്തെ കല്യാണം ഇതിൽ 4 കുട്ടികളുണ്ടായിരുന്നു. പിന്നീട് കഴിച്ച വിവാഹത്തിലായിരുന്നു ഈ 2 കുട്ടികൾ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കുട്ടികളുമായി ഈ അമ്മ കുറെ കാലങ്ങളായി അടുത്തില്ല. അതുകൊണ്ടുള്ള പ്രയാസം കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനോട് സ്ഥിരമായി തന്റെ അമ്മയെ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തണമെന്ന് സ്ഥിരമായി കുട്ടികൾ അച്ഛനോട് പറയാറുണ്ടെന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ പറയുന്നു. എന്നാൽ അദ്ദേഹം ഈ അമ്മയെ വീട്ടിലെത്തിക്കുന്ന രീതിയിലേക്കുള്ള വഴികളൊന്നും അല്ലെങ്കിൽ എത്തിക്കുന്ന രീതിയിലേക്കൊന്നും ഇദ്ദേഹം കടന്നില്ല. അതുകൊണ്ട് ആരെയാണോ ഇഷ്ടം, അച്ഛനാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം എന്നാണ് കുട്ടിയോട് അച്ഛൻ ചോദിക്കുന്നത്. അതിൽ തന്നെ കുട്ടി പറയുന്നുണ്ട്, പേടിച്ചുകൊണ്ട് പറയുന്നു അച്ഛനാണ് ഇഷ്ടം എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ അതിൽ ഒരു വ്യക്തതയുണ്ട്. അതായത് അമ്മയെ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി കുട്ടികൾ പലതവണ ഇദ്ദേഹത്തെ സമീപിക്കുകയും എന്നാൽ അതിനു വേണ്ടി ഇദ്ദേഹം മുതിരുന്നില്ല. അതാണ് ഇപ്പോൾ അവിടെ ഇത്തരം ഒരു വിഷയത്തിലേക്ക് വന്നത്. സ്ഥിരമായി മർദ്ദിക്കുന്നത് കൊണ്ട് തന്നെ മകൻ ഇത് എങ്ങനെയെങ്കിലും മറ്റ് ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ള മകന്റെ ഒരു ആസൂത്രിതമായ ഒരു ഇടപെടലായിരുന്നു ഒരു പുറം സമൂഹത്തിനുള്ളിൽ പുറത്തേക്ക് ഇത്തരം വീഡിയോകൾ എത്തിയത്. ഏതായാലും 12 വയസ്സുകാരനാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. ഏതായാലും അത്തരം ഒരു വീഡിയോ ഇപ്പൊ പുറത്ത് വന്നതോടുകൂടി ഇദ്ദേഹത്തെ ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത നടപടിക്രമങ്ങളുമായി പോലീസ് വരും ദിവസങ്ങളിൽ മുന്നോട്ട്. സുമേഷ് മുറാഴ, അതും തീർച്ചയായും അലോസരപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയാണ് ഇത്. അമ്മയും അച്ഛനും ഒരുപോലെ കുട്ടികളുടെ വിഷയത്തിനകത്ത് കാണിക്കുന്ന നിരുത്തരവാദപരമായിട്ടുള്ള കാര്യം കൂടി സമൂഹത്തിന് മുന്നിലേക്ക് വരികയാണ്. നിരന്തരം ഇത്തരം വാർത്തകൾ പുറത്ത് വരുന്നത് കൂടി കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇരുന്നു ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ്. മറ്റൊരു വാർത്ത നോക്കാം. ED കൈക്കൂലി കേസിലെ 1ാം പ്രതിയും ED ഉദ്യോഗസ്ഥനുമായ ശേഖർ കുമാറിന്റെ ജാമ്യ ഹർജിയെ എതിർക്കാൻ വിജിലൻസ്. ഇടനിലക്കാരും ED ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. പ്രതികളുടെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ തെളിവാകും. അന്വേഷണത്തിന് സമയമെടുക്കുമെന്നും കൃത്യമായ തുടർ നടപടി ഉണ്ടാകുമെന്ന് വിജിലൻസ് മധ്യമേഖല SP S ശശിധരൻ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ എതിർക്കുന്നുണ്ട്. എതിർക്കട്ടെ. ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടില്ലല്ലോ. ഞങ്ങളുടെ സൈബർ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ 4-5 ഫോണുകളുടെ സൈബർ അനാലിസിസ് മറ്റു കാര്യങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഞങ്ങളത് ചെയ്യട്ടെ. പരിചയമില്ല എന്നാണ് ശേഖർ ഈ ജാമ്യഹർജിയിൽ പറയുന്നത്. പക്ഷേ രഞ്ജിത്തുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ കഴിയുന്നല്ലോ. അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായതുകൊണ്ട് ഒന്ന് അങ്ങനെ പറയേണ്ടി വരും. ഇല്ല, ഞങ്ങൾ അങ്ങനെ ട്രേസ് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, ഞങ്ങൾക്ക് അത് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഫൈൻഡിങ് അനുസരിച്ചിരിക്കും നമ്മുടെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതൊരു ഏത് സമയം എങ്ങനെയും നമുക്ക് പറയാൻ കഴിയില്ല. ഒരിക്കലുമില്ല. നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടുന്നുണ്ടല്ലോ. മാത്രമല്ല ഞങ്ങളുടെ ഈ
നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സൈബർ അനാലിസിസ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടെല്ലാം കിട്ടാൻ അല്പം സമയമെടുക്കും. ഡാനി പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, രാഷ്ട്രീയപരമായിട്ട് കൂടി വിജിലൻസിന്റെ ഓരോ നീക്കവും അത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം അത് ഒരു വശത്ത് നിൽക്കുന്നതുമുണ്ട്. പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിൽ സമയമെടുക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഏത് തരത്തിൽ ജാമ്യ ഹർജിയെ എതിർക്കാൻ കഴിയുമെന്നാണ് വിജിലൻസ് കണക്ക് കൂട്ടുന്നത്? അപർണ, ഈ കേസിൽ ED ഉദ്യോഗസ്ഥനിലേക്ക്, കാരണം ഈ കേസ് ഇത്ര കണ്ട കോൺട്രവേഴ്സ്യൽ ആകുന്നത് തന്നെയും ED ഉദ്യോഗസ്ഥൻ പ്രതിയാകുന്നതോടുകൂടിയാണ്. അത് ഒന്നാം പ്രതിയാകുന്നു എന്നതാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ അത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ അതിന് കൃത്യമായ രീതിയിലുള്ള തെളിവുകളും കാര്യങ്ങളും വേണം. അറസ്റ്റിലേക്കോ മറ്റോ ഒന്നും തന്നെ ഇതുവരെ കടന്നിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഈ ശേഖർ കുമാർ എന്ന് പറയുന്ന ED ഉദ്യോഗസ്ഥൻ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പ്രതികൾക്കും വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. 2, 3, 4 പ്രതികൾ, ഇതിൻ്റെ ഇടനിലക്കാർ, അവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തപ്പോൾ അത്യന്തം ഒരു പ്രതിസന്ധിയാണ്, ഗുരുതരമായ പ്രതിസന്ധിയാണ് വിജിലൻസ് നോക്കുന്നത്. കാരണം ഇവർക്ക് അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന ഒന്നാം പ്രതിയാക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ മൊഴികൾ മാത്രമാണ് എന്ന രീതിയിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ തെളിവുകളടക്കം കോടതിയിലേക്ക് കൂടി എത്തിക്കണം. കാരണം അദ്ദേഹം പറയുന്നത് കോടതിയിൽ ഈ ജാമ്യ ഹർജിയെ എതിർക്കുമെന്നാണ്. അതിന് കൃത്യമായ തെളിവുകളടക്കം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഒരു പ്രതീക്ഷയുള്ളത് ഈ ഇടനിലക്കാരുടെ മൊബൈൽ ഫോണുകളടക്കം അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഓഫീസുകൾ പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്ന് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും മറ്റും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോറൻസിക് പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായൊരു വശമെന്ന് പറയുന്നത്. ഇവരുടെ മൊബൈൽ ഫോൺ ചാറ്റുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെയും അതിൻ്റെ വോയിസ് മെസ്സേജുകൾ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഒരു ആധികാരികതയെ മുൻനിർത്തിക്കൊണ്ട് തെളിവിലേക്ക് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് വിജിലൻസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ടെലിഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അത് കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളിലൂടെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴുള്ള 3 പേർ ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുള്ള 2-3 പ്രതികളായ വിൽസൺ, മുകേഷ്, അതോടൊപ്പം തന്നെ രഞ്ജിത്ത് വാര്യർ എന്ന ചാർട്ടർ അക്കൗണ്ടന്റ്, ഇവരെല്ലാം നിലവിൽ വിജിലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായിട്ട് ഹാജരാകുന്നുണ്ട്. എങ്കിൽ കൂടിയും അതിൻ്റെ വിശദാംശങ്ങൾക്കപ്പുറം തെളിവുകൾ തന്നെയാണ് കോടതിയിലേക്ക് എത്തേണ്ടത്. അത് മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് വിജിലൻസ് അത് സമർപ്പിക്കുമെന്നാണ് ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരക്കിട്ട ഒരു നടപടികളിലേക്കും തങ്ങളില്ല എന്ന സൂചന തന്നെയാണ് വിജിലൻസ് നൽകുന്നത്. അതായത് തെളിവുകളുടെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റിലേക്ക് അടക്കം പോവുള്ളൂ. ഇപ്പോൾ വന്നിരിക്കുന്നത് മൊഴികളെ അടിസ്ഥാനമാക്കിയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്ന് തന്നെ അവർ തന്നെ സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി തെളിവ് ശേഖരണത്തിന് വേണ്ടിയുള്ള ഊർജിത ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം ഇവർ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്ന ഈ തുകയെല്ലാം നിക്ഷേപിക്കാൻ പറഞ്ഞിരുന്ന മഹാരാഷ്ട്രയിലെ കമ്പനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളും വിജിലൻസ് ശേഖരിക്കുന്നുണ്ട്. ക്ഷമിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. അതിലൂടെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് വിജിലൻസ് കരുതുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി എന്തായാലും അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് രാഷ്ട്രീയപരമായിട്ട് കൂടി വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ED ഈ വിഷയത്തിനകത്ത് കൂടുതൽ ശക്തമായിട്ടുള്ള തെളിവുകൾ കൂടി മുന്നോട്ട് വരും എന്ന് കൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത്. ഡാനി പോൾ വിവരങ്ങൾ നൽകിയത്. എറണാകുളം വൈറ്റിലയിലെ ബാറിൽ ഗുണ്ടാ ആക്രമണം. DJ പാർട്ടിക്കിടെ യുവതിയോട് മോശമായി പെരുമാറിയതിന് ബാറിലെ ജീവനക്കാരനെ ഗുണ്ടാസംഘം ക്രൂരമായി ആക്രമിച്ചു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. കളമശ്ശേരി സ്വദേശികളായ സുനീർ, നഹാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. തീവ്രവാദ കേസിലെ പ്രതി ഫിറോസിന്റെ കൂട്ടാളികളാണ് നഹാസും സുനീറും. തൃക്കക്കരയിൽ ഫ്ളാറ്റിൽ നിന്ന് ലഹരി പിടിച്ചെടുത്ത കേസിലും ഇവർ പ്രതികളാണ്. നവമി ദിനേശ് ചേർന്ന് വിവരങ്ങളുമായി. നവമി, ഏത് തരത്തിലേക്ക് ദൃശ്യങ്ങൾ പുറത്തു വരുന്നു? ഇതിൽ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തി കൂടിയാണ് ഈ കേസിലേക്കും പരാതിയിലേക്കും ഒക്കെ കടന്നിരിക്കുന്നത്?
അപർണ, എന്തായാലും ഇതുവരേക്കും പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ ദൃശ്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതെന്താണ് സംഭവിച്ചതെന്ന് ഈ ഹോട്ടലിൽ എത്തിയുള്ള ഒരു പരിശോധനയൊക്കെ നടത്തുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്ന വിവരം. ഈ ബാറിലെ ജീവനക്കാരനെയാണ് ഈ ഗുണ്ടാ സംഘം ക്രൂരമായി ആക്രമിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. DJ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന പരിപാടിയിൽ ഒരു യുവതിയോട്, ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്തതിനായിരുന്നു ഈ ജീവനക്കാരനെ മർദ്ദിച്ചതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ കളമശ്ശേരി സ്വദേശികളായ സുനീർ, നഹാസ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. പിന്നീട് ആ ആളുകൾ അവരെ പിടിച്ചു മാറ്റുന്നതും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാനും സാധിക്കും. തൃക്കാക്കരയിൽ ഫ്ളാറ്റിൽ നിന്നും ലഹരി പിടികൂടിയ കേസിലെ പ്രതികൾ കൂടിയാണ് ഇവർ. അതോടൊപ്പം തന്നെ ഈ തീവ്രവാദ കേസിലെ പ്രതി ഫിറോസിന്റെ കൂട്ടാളികളാണ് ഇപ്പോൾ ഈ ബാറിലെത്തിയ ആക്രമണം ഉണ്ടായ നഹാസും സുനീറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ബാർ ജീവനക്കാരൻ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ പോലീസിന് ദൃശ്യങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നടക്കം ഈ ഹോട്ടലിലെത്തി അന്വേഷിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം യുവാവിനെ അതിക്രൂരമായി ഇരുവരും ചേർന്ന് മർദ്ദിക്കുന്നതാണ്. ഇവരെ ഒരുമിച്ചാണ് ആ ഹോട്ടലിൽ എത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഏത് തരത്തിലാണ് ജീവനക്കാരൻ യുവതിയോട് അപമര്യാദയായി പെരുമാറിയതെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാകുന്നതേ ഉള്ളൂ. എന്തായാലും പോലീസ് ഒരു പ്രാഥമികപരമായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അപർണ. നവമി വിവരങ്ങൾ നൽകിയത്. ഇനി മലപ്പുറം ചങ്കരകുളത്ത് ഗായകൻ ഡബ്സി എന്ന മുഹമ്മദ് ഫാസിലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് അറസ്റ്റ്. കേസിൽ ഡബ്സിക്കൊപ്പം 3 സുഹൃത്തുക്കളും അറസ്റ്റിലായിരുന്നു. കാഞ്ഞൂർ സ്വദേശി ബാസിലിന്റെയും പിതാവിന്റെയും പരാതിയിൽ ചങ്ങരംകുളം പോലീസാണ് ഗായകനെയും സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തത്. തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കായിരുന്നു. CV അനുമോദ് ചേരുന്നു. എത്രത്തോളം ഗൗരവതരമായിട്ടുള്ള ഒരു പരാതി കൂടിയായിരുന്നു അനുമോദ്? സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഏത് തരത്തിലായിരിക്കും? പറഞ്ഞ ഈ റാപ്പ് സിംഗർ അദ്ദേഹത്തിൻ്റെ ഡബ്സി എന്ന ഫാസിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ പാരിസ്, റംഷാദ്, അബ്ദുൽ ഗഫൂർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെ പരാതി കൊടുത്തത് ബാസിൽ എന്ന വ്യക്തിയാണ്. ഇവർ തമ്മിൽ മുൻപ് വിദേശത്ത് നടന്ന ഒരു മ്യൂസിക് ഷോയുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകളിൽ തർക്കങ്ങളുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി കുറച്ച് മാസങ്ങളായിട്ട് ഇവർ തമ്മിൽ ഫോണിലൂടെയൊക്കെ സംസാരങ്ങളും പലവട്ടം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഫാസിലിൻ്റെ വീട്ടിലെത്തി ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും അവിടെ ഫാസിലില്ലാത്ത സാഹചര്യത്തിലായതുകൊണ്ട് അവിടെ വീട്ടുകാർക്ക് ഇത് ബുദ്ധിമുട്ടാവുകയൊക്കെ ചെയ്യുകയും തുടർന്ന് രാത്രി ഫാസിലിൻ്റെ വീട്ടിലെത്തി ഇക്കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയത്. നിലവിൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ മാത്രമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വീട്ടിൽ കയറി അധിക്ഷേപിക്കുക, തെരുവ് പറയുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നതിൻ്റെ വകുപ്പുകൾ മാത്രമാണ് ചങ്ങരംകുളം പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മറ്റ് വലിയ തരത്തിലുള്ള വകുപ്പുകളിലേക്കൊന്നും ചുമത്തിയിട്ടില്ല. അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിൽ കയറി ചോദിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് പോലീസിൻ്റെ ഭാഗത്തുള്ള വിശദീകരണം. അങ്ങനെ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഡബ്സിയാണെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാണ് മനസ്സിലാവുന്നത്. തുടർന്ന് ഈ സാഹചര്യം ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഇയാളെ വിട്ടയക്കുകയായിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസിന് പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അത്തരത്തിൽ കേസുകളൊന്നും തന്നെയില്ല. വീട്ടിൽ കയറി മോശമായി പെരുമാറി അധിക്ഷേപിക്കുകയും തെറി വിളിച്ചതിനൊക്കെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അപർണ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു ഡബ്സിയെ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾ, വിശകലനങ്ങൾ, തത്സമയ റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം നാളെ.